ദൈവങ്ങൾക്കൊക്കെ ആരാ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുന്നത് അതറിയത്തില്ലേ? അതവിടെ ഉണ്ടല്ലോ, തയ്യക്കട ഉണ്ടല്ലോ ദേവലോകത്തല്ലേ? പിന്നെ ദേവലോകം ടൈലേഴ്സ്. ദേവലോകം ടൈലേഴ്സ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മാസ് പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ ടൈലേഴ്സിന്റെ. അതായത് ദൈവീകമായിട്ടുള്ള തയ്യക്കടയിൽ. അതായത് ഈ 10-350 കൈയൊക്കെ ഇങ്ങനെ തയ്ച്ചു വെക്കാന്ന് പറയുന്നത് ചില്ലറ പണിയൊന്നുമല്ലല്ലോ. ഒരു സംഭവം ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എപ്പൊ തയ്ച്ച് തീരാനാണ്. അത് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈ യൂണിഫോം തയ്ക്കത്തില്ലേ മാമന്മാര് പിള്ളേർക്ക്, അതാണ് കാണുക. കാരണം ബാക്കി ദൈവങ്ങൾക്ക് പ്രശ്നമില്ല, ഈ ഹിന്ദു ദൈവങ്ങൾ ഒരു 10-12 ഉണ്ട്. അവർക്കാണെങ്കിൽ 10-20 കൈയും കാലും ഒക്കെ ഒരെണ്ണത്തിന് തന്നെ 100-150 കൈയൊക്കെ ഉണ്ട്. ഇങ്ങനെ മറ്റേ തയ്യൽ മെഷീൻ ഇല്ലേ, അത് തന്നെ 3-4 ചേർന്ന വലിയ മെഷീനും ഇങ്ങനെ കയറ്റി ഇങ്ങനെ തക്കും. എല്ലാം കൂടെ കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. എല്ലാം കൂടെ കണക്ട് ചെയ്ത് വലിയ വീട്ടിങ്ങനെ. മറ്റേ സ്ത്രീ ദൈവങ്ങൾക്ക് തന്നെ 3-4 കൈയൊക്കെ ഉള്ളതുകൊണ്ട് അവരെ ഡ്രസ്സൊക്കെ തയ്ക്കാനും. ഞാൻ ഈ ഗണപതിയുടെ കാര്യം ആലോചിക്കുമ്പോഴേ വലിയ തലയല്ലേ, ഈ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തൂടെ കയറാൻ വേണം. ഇട്ട് കഴിയുമ്പോ ഇവിടെ ലൂസായി ഇരിക്കാനും പാടില്ല. അങ്ങനത്തെ ടൈപ്പ് ഇലാസ്റ്റിക് സാധനം വരെ ഉണ്ട്. അവർക്ക് കൃത്യസമയത്ത് തയ്ച്ചു കൊടുക്കാൻ പാടില്ല. ഈ ദൈവങ്ങളല്ലേ കത്തിച്ചോളയും അവര് ഡ്രസ്സിടാ വെളിയിറങ്ങാൻ പറ്റും. ഡ്രസ്സ് ഈ ഡ്രസ്സ് തയ്ച്ച് കറക്റ്റ് സമയത്ത് കൊടുക്കാത്തമാരെ അപ്പോഴേ മറ്റേ ഹെല്ലിലോട്ട് തട്ടും. അവിടെ ഇട്ട് കരിക്കുന്ന നേരെ ഹെല്ലി. അവിടെ ഈ സൂചികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടേ ഈ തയ്ക്കുന്ന സൂചികൾ എന്റെ മണ്ടയ്ക്ക് വെച്ച് നിർത്തും. അങ്ങനത്തെ ശിക്ഷകളൊക്കെ ഉണ്ട്. ഓർക്കുമ്പോ എങ്ങനെയും തയ്ച്ചു കൊടുക്കും. അതും ഓർഡർ കൊടുക്കുന്ന ആലോചിച്ച് നോക്കും. താണ്ടെ ഒരു 2 മീറ്റർ തുണി കൊണ്ട് കൊടുത്തിട്ട് 150 കൈ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് തയ്ക്കും? സ്കിൽഡ് ആയിട്ടുള്ള തയ്യക്കാരനെ തീർച്ചയായിട്ടും. ഈ അവനെയൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയ്യോ ചുമ്മാ അടിച്ചടിച്ചാൽ കൊടുക്കും എല്ലാവർക്കും. ഇങ്ങനെ തുണി കൊടുത്ത എന്ന് തന്നെ തയ്ച്ചു തുണി കൊടുത്ത് നമ്മൾ തിരിയാന്നിരുന്നാണ്ട കൊടുക്കുന്നതിന് മുന്നേ താനും തയ്ച്ചു തരും. നമ്മള് ചെല്ലത്തില്ല, നമ്മൾ തുണി കൊണ്ട് എല്ലാം എന്നാന്ന് തയ്ച്ചു വെച്ചേക്കണം. അത്രയ്ക്ക് പേടിച്ചാണ് അവിടെ തയ്ക്കുന്നത്. അതാണ് മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. അപ്പം അതാണ് ദേവലോകത്തെ തയ്യക്കടയുടെ പ്രത്യേകത.